വരാൻ പോകുന്ന ദൃശ്യം 3യുടെ 10-14 ദിവസങ്ങൾ ഗംഭീര പ്രൊമോഷൻ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്ഡേറ്റുകൾ ഇങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഗംഭീര പ്രൊമോഷനാണ്. ആ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മികച്ച രീതിയിലാണ് പ്രൊമോഷൻ നടക്കുന്നത്. പേട്രിയോട്ടിന്റെ ടീം ദൃശ്യം 3യുടെ ടീമിനെ കണ്ടുപിടിക്കണം എന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. ഇന്നും ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഓരോ ദിവസവും അപ്ഡേറ്റുകൾ പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരെ തികച്ചും എൻഗേജിംഗ് ആയി നിർത്താൻ ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള അംഗീകാരം പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നതുമുണ്ട്. ഇന്ന് അവതരിപ്പിച്ചത് ഫസ്റ്റ് ഷോ നമ്മുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു എന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെങ്കിലും ഒഫീഷ്യലായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അത് തരേണ്ടതുണ്ടല്ലോ. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ എത്താൻ പോകുന്ന ചിത്രം മെയ് 21 നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ കഴിയും? അത് രാവിലെ 8 AM വിവരങ്ങൾ ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർ ഒരു പോസ്റ്റർ മുഖാന്തരം അറിയിച്ചിരിക്കുകയാണ്. ഗംഭീര പോസ്റ്റർ തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നതും. 8 AM തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പ്രേക്ഷകർ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ തികച്ചും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകുന്നത്. ഗംഭീര പ്രൊമോഷൻ തന്നെയാണ്. ഇനി ഒരു ട്രെയിലർ ലോഞ്ച് ഒക്കെ കൊണ്ടുവന്നാൽ ചിത്രത്തിന്റെ ഹൈപ്പ് അങ്ങോട്ട് കയറിക്കോളും. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള പ്രേക്ഷകരുടെ ആഗ്രഹം വാനോളമാണ് ദൃശ്യം 3യുടേതായി. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോഷനൊക്കെ അവർ കാര്യമായിട്ട് തന്നെ എടുക്കുകയാണ്. ഈ ചിത്രം എന്താണെന്നും എങ്ങനെയാണെന്നും ഉള്ള കാര്യങ്ങൾ അണിയറ പ്രവർത്തകർക്ക് നന്നേ അറിയാം. ഏറ്റവും വലിയ ബിസിനസ് സാധ്യതയുള്ള ചിത്രം തന്നെയാണ്. ബഡ്ജറ്റ് കുറവാണെങ്കിലും ചിത്രത്തിന്റെ റീച്ച് മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അത്രയും വലിയ റീച്ചുള്ള സിനിമ അത്രയും ഗംഭീരമായി തന്നെ റിലീസ് ഒരുക്കണമല്ലോ. അതിന്റെ പടിപടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നതും. ജെൻസി പിള്ളേരുടെ കയ്യിൽ നിന്നും ഇൻഡസ്ട്രി ഹിറ്റ് നേട്ടം തിരിച്ചു പിടിക്കാൻ മോഹൻലാൽ എത്തുക എന്ന് തന്നെ പറയുകയാണ് പല പ്രേക്ഷകരും. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അധികം ഫാൻ ഫോളോയിങ് ഉള്ള ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഏപ്രിൽ 2 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം മെയ്യിലേക്ക് മാറ്റുകയായിരുന്നു. റിലീസിന് 2 ആഴ്ച ബാക്കി നിൽക്കെ സോഷ്യൽ മീഡിയ മുഴുവൻ ദൃശ്യം നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായത്. 2 മണിക്കൂറും 39 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. UA 13+ സർട്ടിഫിക്കറ്റ് ആണ് ദൃശ്യം 3ക്ക് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. ഇത് സിനിമാ പേജുകളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ത്രില്ലിംഗ് ട്വിസ്റ്റുകൾ അധികമൊന്നുമില്ലാത്ത ഇമോഷണൽ ഫാമിലി ഡ്രാമയാകും ദൃശ്യം 3 എന്നാണ് സംവിധായകൻ ജിത്തു ജോസഫ് പല അഭിമുഖങ്ങളിലും പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു സിനിമയ്ക്ക് UA 13+ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ ഹൈപ്പ് ഉയരുകയാണ്. ചിത്രത്തിൽ എന്തെങ്കിലും സംഗതി സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സാധാരണ ഫാമിലി ചിത്രമെന്ന് പറയുമ്പോഴും വലിയ വരവേൽപ്പാണ് ആരാധകർ ജോർജുട്ടിക്കായി ഒരുക്കുന്നത്. ഇതിനോടകം 100-ലധികം ഫാൻ ഷോ ദൃശ്യം 3ക്കായി ചാർട്ട് ചെയ്തു കഴിഞ്ഞു. ഓവർസീസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടിയിലേറെയാണ് ഓവർസീസ് പ്രീസെയിലായി നേടിയത്. എമ്പുരാന് ശേഷം ഫസ്റ്റ് ഡേ 40 കോടി കളക്ഷൻ നേടുന്ന അടുത്ത ചിത്രമായി ദൃശ്യം 3 മാറുമെന്നാണ് ബോക്സ് ഓഫീസ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ ഒന്നിച്ച പേട്രിയോട്ടിന് പോലും 30 കോടിക്ക് മുകളിൽ നേടാൻ സാധിച്ചിരുന്നില്ല. മികച്ച പ്രൊമോഷനും അതിനൊത്ത ബുക്കിംഗുമെല്ലാം കൃത്യമായി ആരംഭിച്ചാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റമാകും നടത്തുക. എന്നാൽ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ കുറയ്ക്കാൻ ചില കാരണങ്ങളുമുണ്ട്. സംവിധായകനായ ജിത്തു ജോസഫിന്റെ മേക്കിംഗ് ആണ് ഇതിന് പ്രധാന കാരണം. അടുത്തിടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കിയില്ല. മേക്കിംഗിലാണ് ഏറ്റവും വലിയ വിമർശനം ഉണ്ടായത്. ദൃശ്യം 3യുടെ ടീസർ ഇറങ്ങിയപ്പോഴും ഇതേ വിമർശനം ആവർത്തിക്കുകയും ചെയ്തു. ഇനി എന്തായാലും ചിത്രം ഇറങ്ങിയിട്ട് പറയാമെന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത്.